നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പുഷ്പരാജൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികാരത്തിൽ വന്ന ഉടൻ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ പ്രസ്താവിക്കുകയുണ്ടായി, ഞാൻ പ്രതിപക്ഷങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് നീങ്ങും എന്ന്. അത് മറ്റൊരു വീഡിയോ ക്ലിപ്പ് കാണുകയുണ്ടായി. അതിൽ ഒരു ലേഡി കൗൺസിലർ ഘോരഘോരം പ്രസംഗിക്കുകയാണ്. അതിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ഭരണകൂടത്തെയും അതിനിശിതമായി വിമർശിച്ചുകൊണ്ട്. ഈ കാഴ്ചപ്പാട് രണ്ടും തെറ്റാണ്. പ്രാദേശിക ഭരണകൂടങ്ങളിൽ രാഷ്ട്രീയമില്ല. അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ല. പ്രതിപക്ഷ നേതാവിനെയും അവിടെ വിഭാവന ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധ്യക്ഷൻ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തനം സമർപ്പിക്കുന്ന, ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു ഭരണരീതിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പുരാതന ഭാരതത്തിൽ നിലവിലിരുന്നതാണ്. പെരുമക്കളെന്നും ഭാര്യ പെരുമക്കളെന്നും ആയിരുന്നു അന്ന് അവർക്ക് നൽകിയിരുന്നത്. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കൊക്കെ പ്രത്യേകം അധികാരങ്ങളാണ്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ ഒന്നും തന്നെ കൗൺസിൽ അംഗീകരിക്കേണ്ടതില്ല. കൗൺസിലിന് മുമ്പാകെ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എല്ലാ കൗൺസിലിലും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും മേയർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഹാജരാകാൻ അവകാശം നൽകുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് റൈറ്റ് ഇല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണെങ്കിൽ അത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ അധികാരിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവ എടുക്കുന്ന തീരുമാനം കോർപ്പറേഷൻ മുമ്പിൽ അപ്പീൽ ഫയൽ ചെയ്യുവാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ള ധനകാര്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ ട്രൈബ്യൂണൽ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പാകെ പോകും. ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഒരു പാർട്ടിയും ചെയർപേഴ്സൺ വേറൊരു പാർട്ടിയുമാകാം. അതുപോലെ തന്നെ കോർപ്പറേഷനിലും അങ്ങനെയാകാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ആ വിധത്തിലാണ്. ഈ നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷൻ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നിശ്ചയിക്കുന്നതെല്ലാം അജണ്ടയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്തിലെ സെക്രട്ടറി നിശ്ചയിക്കുന്നതെല്ലാം അജണ്ടയിൽ ഉൾപ്പെടും. അങ്ങനെ ഒരു പ്രത്യേക സവിശേഷമായ ജനായത്ത ഭരണ സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിനെ പാർലമെൻറ്റുമായിട്ടോ അസംബ്ലിയുമായിട്ടോ ഒന്നും ഉപമിക്കാൻ കഴിയില്ല. ചെയർപേഴ്സണ് അല്ലെങ്കിൽ മേയർക്ക് പ്രത്യേകം പോർട്ട്ഫോളിയോ ഒന്നുമില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ് പോർട്ട്ഫോളിയോ ഇല്ല. മന്ത്രിസഭകളുടെ പോലെ പ്രത്യേകം അധികാരങ്ങളില്ല. മേയറെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ, പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവനക്കാരുടെയും അതിന് മുകളിലുള്ള ജനപ്രതിനിധികളുടെയും എല്ലാം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു അധികാരാവകാശങ്ങളുണ്ട്. എപ്പോഴും പഞ്ചായത്ത് ഭരണത്തായാലും മുനിസിപ്പൽ ഭരണമായാലും ഇത് നടത്തിക്കൊണ്ടു പോകുന്ന ജനപ്രതിനിധികളെ പറയുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്നാണ്. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന അവസരത്തിൽ ഇതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റേതായ അധികാരമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ്റെ അധികാരങ്ങളാണ്. അവിടെ ഭരണമില്ല, ഭരണകക്ഷിയില്ല, പ്രതിപക്ഷമില്ല, എല്ലാവരും കൂടി ചേർന്ന ഒന്നാണ്. എ ബോഡി കോർപ്പറേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. ബോഡി കോർപ്പറേറ്റ് ആണ്, അത് പാർലമെൻ്റ് അല്ല.
അത് അസംബ്ലി അല്ല, അതാദ്യം മനസ്സിലാക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പലതും ഏജൻസികളെ പോലെ ചെയ്ത് തീർക്കാനുമുണ്ട്. അവിടെ സ്വതന്ത്ര അധികാരങ്ങൾ എന്ന് പറഞ്ഞ അധികാരം കിട്ടി എന്നുള്ള വാക്ക് തന്നെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. നിങ്ങൾ നോക്കൂ, മുനിസിപ്പാലിറ്റി ആക്ട് ആയാലും പഞ്ചായത്ത് രാജ് ആക്ട് ആയാലും അതിൻ്റെ അധികാരങ്ങൾ നിഷ്കർഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പ്രത്യേകം പട്ടികകളിലാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് മാൻഡേറ്ററി ഫങ്ഷൻസ് എന്നാണ്, മാൻഡേറ്ററി പവേഴ്സ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിനയം അതിനകത്തുണ്ടായിരിക്കണം. പൊതുജനങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സേവകന്മാരായി ചെയ്തു കൊടുക്കുന്ന ഒരു ഫങ്ഷനായിട്ട് മാത്രമായിട്ടാണ് അതിനെ കാണേണ്ടത്, പവേഴ്സ് ആയിട്ടല്ല. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തന്നെ ചരിത്രാതീത കാലം മുതലേ നിലവിൽ ഇരുന്നതാണ്. പെരുമക്കളെന്നും വാര്യ പെരുമക്കളെന്നും നേരത്തെ അറിയപ്പെട്ടിരുന്നു. അവയുടെ ഒരു അനുകരണമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ആ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രവർത്തനത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീക്ഷണം, അതിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വികസനം മാത്രമാണ്. എന്തിന് വികസനം? സാമ്പത്തികമായ വികസനവും സാമൂഹികമായ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് തന്നെയാണ് ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ള ഒരു എളിമ ഭരണഘടന ഈ സ്ഥാപനങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഉൾക്കൊണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ മെമ്പർമാരും കൂടി ചേർന്നതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. ഒരു മെമ്പർക്കും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. കൺവീനർ, ഒരു ഗ്രാമസഭയെ സംബന്ധിച്ചിടത്തോളം കൺവീനർ ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കും. പ്രസിഡൻറ്റ് മറ്റൊരു പാർട്ടിയിലുള്ള ആളായിരിക്കാം. ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് അധ്യക്ഷതയിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടേണ്ടത്. അപ്പോഴും അവിടെ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയില്ലെന്ന് അത് മനസ്സിലാക്കണം. അധ്യക്ഷൻ ഒരു പാർട്ടിയിലും കൺവീനർ വേറൊരു പാർട്ടിയിലുമാകാം. അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ രൂപീകരണത്തിൽ തന്നെ കാണാം എല്ലാ ആളുകളും ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.